എല്ലാ കൂട്ടുകാർക്കും ടാർഗറ്റ് യുവർ എയിമിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ എക്സാം ഡിസംബറിൽ വരുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. എപ്പിസോഡ് 1. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അഗ്നിശമനത്തിന് ഉപയോഗിക്കുന്ന ഡ്രൈ കെമിക്കൽ പൗഡറിൽ ഉൾപ്പെടാത്ത ഘടകം താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം, കോപ്പർ സൾഫേറ്റ്. സെപ്റ്റിക് ഷോക്കിന് കാരണമാകുന്നത് താഴെ പറയുന്നതിൽ ഏതാണ്? ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം, ഇൻഫെക്ഷൻ. താഴെ പറയുന്നതിൽ എന്തിന്റെ കുറവ് മൂലമുണ്ടാകുന്ന അപകടാവസ്ഥയിലാണ് ചർമ്മം നീല നിറത്തിൽ കാണപ്പെടുന്നത്? ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം, ഓക്സിജന്റെ അഭാവം. പെട്ടെന്നുള്ള ഒരു പ്രവൃത്തി മൂലമോ ചലനം മൂലമോ ലിഗ്മെന്റിൽ ഉണ്ടാകുന്ന പരിക്കാണ് ഡാഷ്. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം, സ്പ്രെയിൻ. ഹൃദയസ്തംഭനം ഉണ്ടാകുന്ന ഒരു വ്യക്തിക്ക് പ്രഥമ ശുശ്രൂഷയായി നൽകുന്ന CPR ആദ്യമായി വികസിപ്പിച്ചത് എപ്പോഴാണ്? ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം, 1960. അപകടകരമായ വസ്തുക്കളുടെ ഗതാഗതത്തെക്കുറിച്ച് ഐക്യരാഷ്ട്രസഭയുടെ വിദഗ്ധ സമിതി തയ്യാറാക്കിയ ലിസ്റ്റിൽ ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന നമ്പർ താഴെ പറയുന്നവയിൽ ഏതാണ്? UN നമ്പർ 1075. തീപിടുത്തമോ മറ്റു അടിയന്തര സാഹചര്യങ്ങളോ ഉണ്ടാകുമ്പോൾ സുരക്ഷിതമായി എളുപ്പത്തിൽ താമസിപ്പിക്കാൻ സാധ്യമാകാത്ത സന്ദർഭങ്ങളിൽ താമസക്കാരെ താൽക്കാലികമായി മാറ്റി നിർത്താൻ വലിയ കെട്ടിടങ്ങൾ രൂപകൽപ്പന ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഡാഷ്. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം, റിഫ്യൂസ് ഏരിയ. ദ്രവീകൃത പെട്രോളിയ വാതകം, മീഥേൻ തുടങ്ങിയ ജ്വലനശേഷിയുള്ള വാതകങ്ങൾ മൂലമുണ്ടാകുന്ന തീപിടുത്തങ്ങളെ ഏത് വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്? ക്ലാസ് ബി. അപകടഘട്ടത്തിൽ ഒഴിപ്പിക്കാനും ചികിത്സ നൽകുന്നതിനായി രോഗികളെ മുൻഗണനാ ക്രമത്തിൽ തരം തിരിക്കുന്ന പ്രക്രിയ താഴെ പറയുന്നതിൽ ഏതാണ്? ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം, ട്രയേജ്. താഴെ പറയുന്നതിൽ കൃത്രിമ ശ്വാസോച്ഛ്വാസം നൽകുന്നതിനായി ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം, അംബു ബാഗ്. നിങ്ങൾ പതിക്കുന്ന വസ്തുവിൽ നിന്ന് ഊർജം ഭൂപ്രതലത്തിലൂടെ സഞ്ചരിച്ച് മനുഷ്യന് അപകടം ഉണ്ടാകുന്ന അവസ്ഥയാണ് ഡാഷ്. ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം, ഗ്രൗണ്ട് കറന്റ്. അപകടത്തിൽപ്പെട്ട വ്യക്തിയെ ശുശ്രൂഷിക്കുമ്പോൾ ഒരു ഫസ്റ്റ് എയ്ഡർ പരിഗണിക്കേണ്ടതല്ലാത്ത വിഷയം താഴെ പറയുന്നതിൽ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം, രോഗിയുടെ സാമൂഹ്യ പശ്ചാത്തലം. ജീവന് തന്നെ ഭീഷണിയാകുന്ന തരത്തിലുള്ള ഗുരുതര അപകടത്തിൽപ്പെട്ട ഒരു വ്യക്തിക്ക് പൂർണ്ണമായ വൈദ്യസഹായം ലഭ്യമാക്കുന്നതുവരെ നൽകേണ്ട അടിയന്തര ശുശ്രൂഷയാണ് ഡാഷ്. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം, ബേസിക് ലൈഫ് സപ്പോർട്ട്. ഒരു അഗ്നി ത്രികോണത്തിൽ ഉൾപ്പെടുന്ന 3 ഘടകങ്ങൾ ഏതെല്ലാമാണ്? ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം, ഓക്സിജൻ, ഇന്ധനം, താപസ്രോതസ്.
താഴെ പറയുന്നതിൽ ഏറ്റവും കൂടിയ മെൽറ്റിംഗ് പോയിന്റ് ഉള്ള ലോഹം ഏതാണ്? ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം, ടാങ്സ്റ്റൺ. ഒരു മൂലകമോ സംയുക്തമോ അവസ്ഥാന്തരണം മൂലം ദ്രാവകാവസ്ഥയിൽ നിന്നും വാതകാവസ്ഥയിലേക്ക് മാറുന്ന പ്രക്രിയയാണ് ഡാഷ്. ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം, ബാഷ്പീകരണം. ഒരു വസ്തുവിന്റെ രാസസൂക്തങ്ങളെക്കുറിച്ചും അപകട സാധ്യതകളെക്കുറിച്ചുമുള്ള വിവരങ്ങൾ പട്ടികപ്പെടുത്തുന്ന രേഖയാണ് ഡാഷ്. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം, മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റ ഷീറ്റ്. താഴെ പറയുന്നവയിൽ ഏത് മൂലകമാണ് ഒരു വ്യക്തിക്ക് അനഫൈലറ്റിക് ഷോക്ക് സംഭവിക്കുന്നത്? പ്രാണികളുടെ കുത്ത്. ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. പ്രതികരിക്കാൻ സാധിക്കാതെ അബോധാവസ്ഥയിൽ കിടക്കുന്ന ഒരു വ്യക്തിയുടെ ജീവൻ രക്ഷിക്കാനായി നൽകുന്ന പ്രഥമ ശുശ്രൂഷയിൽ ആദ്യം പരിഗണിക്കേണ്ട താഴെ പറയുന്നതിൽ ഏതിനെയാണ്? ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം, അപകടത്തിൽപ്പെട്ട വ്യക്തി കിടക്കുന്ന സ്ഥലം സുരക്ഷിതമാക്കുക. ഒരു കെട്ടിടത്തിൽ തീ പടർന്നുകൊണ്ടിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ താഴെ പറയുന്നതിൽ ഏത് കാര്യമാണ് ആദ്യം ചെയ്യേണ്ടത്? ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം, ഫയർ അലാറം പ്രവർത്തിപ്പിക്കുക. ഒരു ഓട്ടോമാറ്റിക് എക്സ്റ്റേണൽ ഡിഫിബ്രിലേറ്റർ ഉപയോഗം താഴെ പറയുന്നതിൽ ഏതാണ്? ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം, ഹൃദയതാളം പുനഃസ്ഥാപിക്കാനുള്ള ചെറിയ ഷോക്ക് നൽകൽ. US പരിസ്ഥിതി സംരക്ഷണ ഏജൻസി 1994 നിരോധിച്ച അഗ്നി സംരക്ഷണ സംവിധാനം ഏത്? ഹാലോൺ 1301. ഇന്ധന ചോർച്ച ഉണ്ടാകുമ്പോൾ മണം തിരിച്ചറിയാൻ LPGയിൽ ചേർക്കുന്ന രാസവസ്തു ഏത്? ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം, ഈഥേൻ മെർക്യാപ്റ്റൈൻ. റെഡ് ക്രോസ് നിർദ്ദേശിക്കുന്ന 5-5 പ്രഥമ ശുശ്രൂഷ സമീപനം അനുവർത്തിക്കേണ്ടത് ഏത് അടിയന്തര ഘട്ടത്തിലാണ്? ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം, ചോക്കിംഗ്. പാമ്പ് കടിയേറ്റ വ്യക്തിക്ക് ഛർദി, കൺപോളകളുടെ വികസനം, മന്ദഗതിയിലുള്ള പൾസ്, കടിയേറ്റ ഭാഗത്തു നിന്നും അമിത രക്തസ്രാവം എന്നിവ പ്രകടമാണ്. താഴെ പറയുന്ന ഏത് പാമ്പിന്റെ കടിയേറ്റാണ് ഇത്തരം ലക്ഷണങ്ങൾ ഉണ്ടാകുന്നത്? ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം, അണലി. അഗ്നിബാധ ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ കത്തുന്ന ഇന്ധനങ്ങളുടെ സമീപത്തു നിന്നും ഓക്സിജനെ നീക്കം ചെയ്ത് അഗ്നിബാധ നിയന്ത്രിക്കുന്ന രീതിയാണ് ഡാഷ്. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം, സ്മോത്തറിംഗ്. ക്ലാസ് സി ഫയർ എക്സ്റ്റിംഗ്വിഷർ താഴെ പറയുന്നതിൽ ഏതു തരം അഗ്നിബാധകളാണ് ഉപയോഗിക്കുന്നത്? ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം, ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ അല്ലെങ്കിൽ വയറിംഗ്. താഴെ പറയുന്ന ഏത് അടിയന്തര സാഹചര്യത്തിലാണ് ഹെയിലിംഗ് പ്രക്രിയ ഒരു ഫസ്റ്റ് എയ്ഡർക്ക് ചെയ്യേണ്ടതായി വരുന്നത്? ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം, തൊണ്ടയിൽ കുടുങ്ങിയ വസ്തു നീക്കം ചെയ്യുമ്പോൾ. ഒരു ഫസ്റ്റ് എയ്ഡറെ സംബന്ധിച്ച് അപകട സാധ്യത വിലയിരുത്തുന്നതിന്റെ ആദ്യഘട്ടം എന്താണ്? ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം, അപകടത്തെ മനസ്സിലാക്കൽ.
പൊള്ളലേറ്റ ശരീരഭാഗം വൃത്തിയുള്ളതും അണുവിമുക്തമാവും ആയ ഡ്രസ്സിംഗ് ചെയ്യേണ്ടതിന്റെ ആവശ്യകത എന്ത്? അണുബാധ തടയൽ. ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. വളരെ കുറഞ്ഞ ജ്വലന താപനിലയുള്ള പദാർത്ഥങ്ങൾക്ക് താഴെ പറയുന്ന ഏത് സ്വഭാവ സവിശേഷതയാണ് ഉള്ളത്? ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. എളുപ്പത്തിൽ തീ പിടിക്കുന്നു. ഇലക്ട്രിക്കൽ ജോലിയുമായി ബന്ധപ്പെട്ട് പൊതുവായി അംഗീകരിക്കപ്പെട്ട അപകടങ്ങളിൽ പെടാത്ത താഴെ പറയുന്നതിൽ ഏതാണ്? ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. കൺകഷൻ. ഒരു മെഴുകുതിരി ജ്വാലയുടെ ഏത് മേഖലയാണ് നീല നിറത്തിൽ കാണപ്പെടുന്നത്? പുറം മേഖല. ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം.